ഏറ്റവും പുതിയ വാർത്താ അപ്ഡേറ്റ്സുകൾക്കായി കൊച്ചി വാർത്താ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തുപയോഗിക്കുക. അയോധ്യയിലെ രാമപ്രതിഷ്ഠ ചടങ്ങിന്റെ ഭാഗമായി 11 ദിവസത്തെ വ്രതമനുഷ്ഠിക്കുന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദി എറണാകുളം ഗസ്റ്റ് ഹൗസിൽ ഉറങ്ങിയത് നിലത്ത് കിടന്നായിരുന്നു. നടനും BJP നേതാവുമായ സുരേഷ് ഗോപിയുടെ മകളുടെ കല്യാണത്തിൽ പങ്കെടുക്കുവാൻ കഴിഞ്ഞ ദിവസം കൊച്ചിയിലെത്തിയ മോദി എറണാകുളം ഗസ്റ്റ് ഹൗസിലാണ് താമസിച്ചത്. രാത്രിയിൽ പഴവർഗ്ഗങ്ങൾ മാത്രമാണ് മോദി കഴിച്ചത്. സുരേഷ് ഗോപിയുടെ മകളുടെ കല്യാണത്തിൽ പങ്കെടുക്കുന്നതിനും ക്ഷേത്രത്തിൽ ദർശനം നടത്തുന്നതിനുമായി രാവിലെ ഗുരുവായൂരിലേക്ക് പോകും മുൻപേ കരിക്കിൻ വെള്ളം മാത്രമാണ് മോദി കുടിച്ചത്. വാഴക്കുളം പൈനാപ്പിളും കരിക്കുമായാണ് മോദി കേരളത്തിൽ നിന്ന് ഡൽഹിയിലേക്ക് മടങ്ങിയത്. 20 കരിക്കുമായാണ് മോദി ഡൽഹിയിലേക്ക് തിരികെ പോയത്. ചെത്താത്ത കരിക്കാണ് പ്രധാനമന്ത്രിയുടെ ലഗേജിന്റെ കൂട്ടത്തിൽ ഇടം പിടിച്ചത്. പ്രത്യേകം പാക്ക് ചെയ്താണ് നെടുമ്പാശ്ശേരി വിമാനത്താവളം വഴി ഡൽഹിയിലേക്ക് കരിക്ക് കൊടുത്തുവിട്ടത്. മോദി സസ്യാഹാരി ആയതുകൊണ്ട് എറണാകുളം ഗസ്റ്റ് ഹൗസിൽ പ്രത്യേക അടുക്കള തന്നെ തയ്യാറാക്കുകയായിരുന്നുവെന്ന് ഗസ്റ്റ് ഹൗസ് മാനേജർ ബിനീത് മേരി ജാൻ പറഞ്ഞു. വാഴക്കുളത്ത് നിന്ന് ഞങ്ങൾ ഒന്നാന്തരം പൈനാപ്പിൾ കൊണ്ടുവന്നു. ആപ്പിൾ, ഓറഞ്ച്, തണ്ണിമത്തൻ, ഡ്രൈ ഫ്രൂട്ട്സ് എന്നിവ കൂടാതെ പ്രാദേശികമായി കൃഷി ചെയ്ത ഡ്രാഗൺ ഫ്രൂട്ട്, പേരക്ക, പപ്പായ എന്നിവയും ഞങ്ങൾ ഒരുക്കി. അത്താഴത്തിന് ഞങ്ങൾ പുഴുങ്ങിയ അരി, ബസ്മതി അരി, ഫുൽക്ക എന്നിവയ്ക്ക് പുറമെ രാജ്മ, ദാൽ, ആലു, ഗോബി തുടങ്ങിയ ഉത്തരേന്ത്യൻ വിഭവങ്ങളും തയ്യാറാക്കിയിരുന്നു. അവിയൽ, ഓലൻ, കാളൻ തുടങ്ങിയ കേരള വിഭവങ്ങളും ഉണ്ടായിരുന്നു, ബിനീത് മേരി ജാൻ പറഞ്ഞു. എന്നാൽ മോദി പപ്പായയും പൈനാപ്പിളും മാത്രമാണ് കഴിച്ചത്. വാഴക്കുളം പൈനാപ്പിളിന്റെ രുചി അദ്ദേഹത്തിന് ഇഷ്ടമായി. മുൻ സന്ദർശനത്തിൽ കട്ടികൂടിയ മെത്തയോടായിരുന്നു അദ്ദേഹത്തിന് ഇഷ്ടമുണ്ടായിരുന്നത്. അതിനാൽ ഞങ്ങൾ കയർഫെഡിൽ നിന്നൊരു കയർ മെത്ത വാങ്ങി. എന്നാൽ നിലത്ത് യോഗ മാറ്റിൽ കിടന്നാണ് അദ്ദേഹം ഉറങ്ങിയത്. പായയിലിടാൻ ഞങ്ങൾ അദ്ദേഹത്തിന് 3 ബെഡ്ഷീറ്റുകൾ നൽകി, ബിനീത് പറഞ്ഞു. ബുധനാഴ്ച രാവിലെ 6 മണിയോടെ കരിക്കിൻ വെള്ളം മാത്രം കുടിച്ചാണ് മോദി ഗസ്റ്റ് ഹൗസിൽ നിന്ന് ഇറങ്ങിയത്. ഗസ്റ്റ് ഹൗസ് ജീവനക്കാർ പ്രഭാത ഭക്ഷണത്തിനായി ഇഡലി, ദോശ, അപ്പം, പുട്ട്, പാൽ, പഴച്ചാറുകൾ എന്നിവ തയ്യാറാക്കിയിരുന്നു. തൃശൂർ സർക്കാർ ഗസ്റ്റ് ഹൗസിലെ പാചക വിദഗ്ധർ ഗുരുവായൂരിലെത്തി അദ്ദേഹത്തിന് പ്രഭാത ഭക്ഷണം ഒരുക്കിയിരുന്നു. ബുധനാഴ്ച എറണാകുളം ഗസ്റ്റ് ഹൗസ് ജീവനക്കാർ വെല്ലിംഗ്ടൺ വേദിയിലെത്തി പ്രധാനമന്ത്രിയുടെ ഓഫീസിലെ ജീവനക്കാർക്ക് ഉച്ചഭക്ഷണം നൽകി. ഗസ്റ്റ് ഹൗസിൽ വെച്ച് പ്രധാനമന്ത്രിക്കും 5 ഉന്നത ഉദ്യോഗസ്ഥർക്കും വേണ്ടി 26 വിഭവങ്ങൾ അടങ്ങിയ പ്രത്യേക കേരള സദ്യ ഒരുക്കിയിരുന്നു. എന്നാൽ മറൈൻ ഡ്രൈവിലെ ചടങ്ങിന് ശേഷം പ്രധാനമന്ത്രി നേരെ നാവികസേന വിമാനത്താവളമായ INS ഗരുഡയിലേക്ക് പോയി. അവിടെ നിന്ന് ഡൽഹിയിലേക്കുള്ള പ്രത്യേക വിമാനത്തിൽ കയറുവാൻ കൊച്ചി വിമാനത്താവളത്തിലേക്ക് പോകുകയായിരുന്നു.